ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ശാലോം TV-യുടെ വചനം തിരുവചനം ശുശ്രൂഷയിൽ കർത്താവ് ഇന്ന് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന വിഷയം കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവം എന്നതിനെ പറ്റിയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം തീരെ പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളിലൂടെയും ചില സംഭവങ്ങളിലൂടെയും ചിലപ്പോഴെങ്കിലും നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. നാം പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നു? എന്നാൽ കർത്താവിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്, കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഒന്നാമതായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, മനുഷ്യൻ ദൈവത്തെ അവഗണിക്കുന്നത് മൂലം അവൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഗലീലിയ കടലിലൂടെ യാത്ര ചെയ്തിരുന്ന ശിഷ്യന്മാരുടെ വഞ്ചിയിൽ യേശു ഉണ്ടായിരുന്നു. അത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങാണ്. ഞാൻ ഭാവന കാണുകയാണ്, അന്ന് ഗലീലിയ കടലിൽ നൂറുകണക്കിന് വള്ളങ്ങളിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരേ ഒരു വള്ളത്തിൽ മാത്രം ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്നതൊരു അത്ഭുതമല്ലേ? 100 വള്ളങ്ങളിൽ 99-ലും യേശുവില്ല. ഒരേ ഒരു വള്ളത്തിൽ സാക്ഷാൽ യേശു ക്രിസ്തു മനുഷ്യനായി മാറിയ ദൈവം ഇരിക്കുകയാണ്. എന്നിട്ടും ഈ വള്ളം കൊടുങ്കാറ്റിൽ വട്ടം കറങ്ങുന്നതായും തിരമാലകളിൽ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതായും വെള്ളം കയറുന്നതായും മരണഭയത്താൽ ആ വഞ്ചിയിലുണ്ടായിരുന്ന മനുഷ്യർ വാവിട്ട് നിലവിളിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? യേശു ആ വള്ളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, പക്ഷേ അത് സംഭവിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, യേശു വഞ്ചിയിലേക്ക് വന്നു, എന്നാലും ആ വഞ്ചിയുടെ നിയന്ത്രണം യേശുവിന് കൈമാറാൻ പത്രോസും കൂടെ ഉണ്ടായിരുന്നവരും തയ്യാറായില്ല. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വചനം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. മർക്കോസ് ശ്ലീഹ പറയുന്നത് ഇതാണ്: യേശു വള്ളത്തിൽ സുഖമായിട്ട് കിടന്നു ഉറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ദൈവത്തെ അവഗണിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ദാവീദിൻ്റെ ജീവിതത്തിലാണ്. നിങ്ങൾക്കറിയാമോ, ഈ ആരാധന എന്നൊക്കെ നമ്മൾ ഇന്ന് കരിസ്മാറ്റിക്കാർ പറയുന്നുണ്ടെങ്കിലും, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഇതിനെപ്പറ്റി മനോഹരമായ ഒരു പിക്ചർ നമുക്ക് തരുന്ന ആൾ ദാവീദാണ്. ആരാധനയുടെ സമയത്ത് ഉടുത്തിരുന്ന തുണി ഉരിഞ്ഞു പോയിട്ട് അത് അറിയുക പോലും ചെയ്യാതെ ദൈവത്തെ ആരാധിച്ചൊരു മനുഷ്യനാണ് ദാവീദ്. നമ്മൾ ആരെങ്കിലും ഉടുത്തിരിക്കുന്ന തുണി അഴിഞ്ഞു പോയാൽ നമ്മൾ ആരാധന അവിടെ വെച്ച് നിർത്തിക്കളയും, ശരിയല്ലേ? പക്ഷെ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിൻ്റെ ഉടുത്തിരുന്ന വസ്ത്രം ഉരിഞ്ഞു പോയിട്ട് പോലും ദാവീദ് ഇത് അറിഞ്ഞു പോലുമില്ല. എന്ന് പറഞ്ഞാൽ അതാണ് ആരാധന. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ചെന്ന് അള്ളിപ്പിടിച്ചിരുന്ന് ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ച് ആരാധന നടത്തിയ ഒരു മനുഷ്യൻ, ആരാധന വീരൻ. 24 മണിക്കൂറും ദൈവത്തെ ആരാധിക്കാൻ ആലയത്തിൽ വേണ്ടതെല്ലാം ചെയ്ത മനുഷ്യൻ, ദൈവത്തെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യൻ. എന്നിട്ടും, അതായത് ആ വഞ്ചിയിൽ യേശു ഉണ്ടായിരുന്നു, ദൈവമുണ്ടായിരുന്നു, എന്നിട്ടും ദാവീദിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് കടന്നു വന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത്, എല്ലാവരും യുദ്ധത്തിന് പോകുന്ന സമയത്ത് എഴുന്നേറ്റ് ഒന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം, ദൈവമേ എൻ്റെ പട്ടാളക്കാരല്ല യുദ്ധക്കളത്തിലാണല്ലോ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ ഒന്ന് ആരാധിക്കുന്നതിന് പകരം അദ്ദേഹം ചുമ്മാ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ദൈവത്തെക്കുറിച്ച് ഓർക്കാത്തൊരു നിമിഷം ദാവീദിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കടന്നു വരികയാണ്. നമ്മൾ ബൈബിൾ വളരെ മനോഹരമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണാം, കുഞ്ഞു പ്രായത്തിൽ തന്നെ ആടുകളുടെ കൂടെ ആർക്കും വേണ്ടാത്തവനായി ഒരു ഇടയനായി നടക്കുന്ന സമയത്ത് പോലും ദാവീദ് എപ്പോഴും ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. ദൈവത്തെ മറന്നിട്ട് ദാവീദിനൊരു ജീവിതമേ ഇല്ല. ആടുകളുടെ കൂടെ ആയിരിക്കുമ്പോഴും രാജാവായപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ ഒരേ ഒരു നിമിഷത്തിൽ ദൈവത്തിൻ്റെ സ്മരണയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദാവീദ് മറന്നു കളഞ്ഞു.
കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് എന്ന് സങ്കീർത്തനത്തിൽ എഴുതി വെച്ച ദാവീദ്. നിങ്ങൾ ഓർക്കണം, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് എന്ന് എഴുതി വെച്ച ആളാണ് ഈ ദാവീദ്. പക്ഷേ ഒരു സെക്കൻഡ് നേരത്തേക്ക് കർത്താവ് കൺമുൻപിൽ ഇല്ലാതെ പോയി. ആ സമയത്ത് ഒരു സ്ത്രീ കുളിക്കുന്ന രംഗം കൺമുൻപിൽ വരികയും ചെയ്തു. പ്രിയപ്പെട്ടവർ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ദൈവത്തിൽ നിന്ന് നമ്മുടെ നോട്ടം എപ്പോൾ മാറുന്നോ, ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം എപ്പോൾ വ്യതിചലിക്കുന്നോ, ആ സമയത്ത് നമ്മുടെ നോട്ടം ലോകത്തിലെ എന്തെങ്കിലും ഒരു മോഹത്തിൽ ചെന്ന് നിൽക്കും. നമുക്ക് എന്തിനെങ്കിലും ഒന്ന് നോക്കാതിരിക്കാൻ പറ്റില്ല, എന്തിലെങ്കിലും നമ്മുടെ ഹൃദയം ഒന്ന് ചെല്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. യെശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവമേ, അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 24 hours a day, 24 മണിക്കൂറും ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവൻ. കാർ ഓടിക്കുമ്പോഴും, ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും, റബ്ബർ വെട്ടാൻ പോകുമ്പോഴും, നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോഴും ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. ബുദ്ധി കൊണ്ട് അവൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം, കൈകൊണ്ട് പലതും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവൻ്റെ ഹൃദയം കർത്താവിലാണ്. ഇതാണ് നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. അവൻ്റെ ഉൾഭാഗം ദൈവവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടാണ് അവൻ നടക്കുന്നത്. ശരിക്കും എപ്പോഴും ദൈവത്തിൻ്റെ കൂടെയാണ് അവൻ പോകുന്നത്. ഒരു നിമിഷ നേരത്തേക്ക് ദാവീദിൻ്റെ ജീവിതത്തിൽ നോട്ടം പിന്മാറിപ്പോയി, ദൈവത്തെ അവഗണിച്ച് കളഞ്ഞു. പിന്നീട് സംഭവിച്ചത്, ഒരു നിരീശ്വരവാദി പോലും ചെയ്യാത്ത കാര്യം ദാവീദ് ചെയ്യുകയാണ്. വ്യഭിചാരം ചെയ്യുന്നു. ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെ യുദ്ധക്കളത്തിൻ്റെ മുൻപിൽ നിർത്തി എഴുത്തയച്ചു കൊടുത്ത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത്, ഗുണ്ടകൾ പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിൽ വളരെ പ്ലാനിങ്ങോടുകൂടി ആ നിരപരാധിയായ മനുഷ്യനെ യുദ്ധക്കളത്തിൽ വെച്ച് സ്വന്തം രാജ്യത്തിൻ്റെ പട്ടാളക്കാർക്ക് എഴുത്തു കൊടുത്തുവിട്ട് ഈ മനുഷ്യനെ കൊന്നുകളയുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കുന്നതാണ്. ഒരു മകൻ വേറൊരു മകളെ ബലാത്സംഗം ചെയ്യുന്നു, ഒരു മകൻ വേറൊരു മകനെ കുത്തിക്കൊല്ലുന്നു. ദാവീദ് ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ കൊടുങ്കാറ്റുകൾ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വരുന്നതാണ് ബൈബിളിലെ സദ്വാർത്ത. തകർന്നുപോയ ദാവീദ് വാവിട്ട് നിലവിളിക്കുന്ന സമയത്ത് ദൈവം ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ദാവീദിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നതായും, ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ കിട്ടുന്നതായിട്ടും ഞാൻ കാണുകയാണ്. ഇത് ഞാൻ കൃത്യമായിട്ട് പറയാൻ കാര്യം എന്നറിയുമോ? നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കുക. ദാവീദ് വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ ദാവീദിൻ്റെ കുളിരു മാറാൻ വേണ്ടി, അന്നത്തെ സിസ്റ്റം ആയിരിക്കാം, എനിക്കറിയത്തില്ല, എന്നാലും ബൈബിളിൽ അത് കാണുന്നു. കൊട്ടാരത്തിൽ ദാവീദ് വൃദ്ധനായ സമയത്ത് കുളിരു മാറാൻ വേണ്ടി അതീവ സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ദാവീദിനോടൊപ്പം കിടത്തുകയാണ്, ചൂട് കിട്ടാൻ വേണ്ടി. ദാവീദിൻ്റെ പഴയ സ്വഭാവത്തിനാണ് എപ്പോൾ പാപം ചെയ്തെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ നമ്മൾ ബൈബിളിൽ കാണുകയാണ്, ദാവീദ് ഹൃദയം കൊണ്ട് പോലും പാപം ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, പുരുഷൻ്റെ ശാസ്ത്രം പഠിക്കുമ്പോൾ, മെഡിക്കൽ സയൻസ് പഠിക്കണം, അല്ലാതെ തന്നെ നമുക്കറിയാം, പുരുഷൻ്റെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും അവൻ്റെ വാർദ്ധക്യത്തിലും അവൻ്റെ എത്ര വയസ്സായാലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവിടെ ശരിക്കും ബൈബിൾ അത് കൃത്യമായിട്ട് കാണിച്ചു തരികയാണ്. ദാവീദിന് വന്ന മാറ്റം, ദാവീദിന് വന്ന ചേഞ്ചാണത് പറഞ്ഞിരിക്കുന്നത്. വാർദ്ധക്യത്തിൽ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൊട്ടാരത്തിലെ ആളുകളെല്ലാം കൂടി കുളിരു മാറാൻ ദാവീദ് രാജാവിൻ്റെ അടുത്ത് കിടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ദാവീദ് പാപം ചെയ്തില്ല, ദാവീദ് അവളെ സ്പർശിക്കുന്നില്ല, അവൾ ദാവീദിന് ചൂട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദാവീദ് ഹൃദയം കൊണ്ട് പോലും പാപം ചെയ്യുന്നില്ല, ദാവീദ് അവളെ ആസക്തിയോടെ നോക്കുന്നില്ല. ഒരു ട്രൂ മാൻ ഓഫ് ഗോഡ്, ഒരു യഥാർത്ഥ ദൈവമനുഷ്യൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തോടും അഭിഷേകത്തോടും സൗന്ദര്യത്തോടും കൂടി ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പെരുമാറുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തടിച്ച കൊടുങ്കാറ്റുകളെ ദൈവം തന്നെ ഇടപെട്ട് ദാവീദിനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന മനോഹരമായ ഒരു രംഗം നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തിൽ കാണുകയാണ്. കർത്താവ് എനിക്കും നിങ്ങൾക്കും തരുന്ന വലിയൊരു മാതൃകയാണിത്. അഗസ്റ്റിനോസിൻ്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഈശോ എന്ന നാമം ശരിക്കും കേട്ടാണ് അഗസ്റ്റിൻ വളർന്നത്. എന്നിട്ടും അഗസ്റ്റിൻ ദൈവത്തെ അവഗണിച്ച് കളഞ്ഞപ്പോൾ അഗസ്റ്റിൻ്റെ നോട്ടം മുഴുവൻ പെൺകുട്ടികളിലും സുന്ദരികളായ സ്ത്രീകളിലുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അഗസ്റ്റിൻ്റെ ജീവിതം കൊടുങ്കാറ്റ് കൊണ്ട് വട്ടം കറങ്ങിയപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവനെയും പിടിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വലിയ തഴക്കദോഷത്തിൽ പോയ വ്യക്തിയായിരിക്കാം, ഒരുപാട് പാപത്തിൽ പോയ വ്യക്തിയായിരിക്കാം, പുറത്തു പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള മ്ലേച്ഛതയിലായിരിക്കാം. പക്ഷേ കർത്താവ് പറയാണ്, നീ എന്നെ നോക്കിയാൽ നിൻ്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിലേക്ക് ഞാൻ ഇറങ്ങി വരും, നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരും, നിൻ്റെ ജീവിതം ഞാൻ കൂടുതൽ സുന്ദരമാക്കി മാറ്റും. 2,
ഉപരി നന്മയ്ക്കായിട്ട് ദൈവം അനുവദിക്കുന്ന കൊടുങ്കാറ്റുകൾ, അതിൻ്റെ മധ്യത്തിലും ദൈവം ഇറങ്ങി വരുന്നു. മത്തായി സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ശിഷ്യന്മാർ വീണ്ടും ഗലീല കടലിൽ കൂടെ പോകുന്നു. ഈ സമയത്ത് യേശു വള്ളത്തിലില്ല, വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു. ഈ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ മുങ്ങിപ്പോകുമെന്ന് വിചാരിക്കുമ്പോൾ യേശു കടലിലൂടെ നടന്നു വന്ന് അവരെ മോചിപ്പിക്കുകയാണ്. എന്താ കാരണമെന്നറിയാമോ? യേശു ക്രിസ്തു അപ്പം വർദ്ധിപ്പിക്കുമെന്ന് ഇവർക്കറിയാമായിരുന്നു, രോഗികളെ സുഖപ്പെടുത്തുമെന്ന് ഇവർക്കറിയാമായിരുന്നു, പലതും അറിയാമായിരുന്നു. എന്നാൽ കടലിൻ്റെ മുകളിലൂടെ പോലും നടക്കാൻ കഴിവുള്ള രക്ഷകനാണ് ഞങ്ങളുടെ കൂടെ നടക്കുന്ന യേശു എന്നുള്ള സത്യം അവർക്കൊരിക്കലും അറിയത്തില്ലായിരുന്നു. ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക്, പ്രപഞ്ചത്തിൻ്റെയും നാഥനാണ് യേശു എന്നുള്ള വലിയൊരു വെളിപാട് ഇവർക്ക് കൊടുക്കണമെങ്കിൽ ഇവർ കൊടുങ്കാറ്റിൻ്റെ അകത്തൂടെ പോകണമായിരുന്നു. ബൈബിളിലെ ഇതിന് പറ്റിയ ഉദാഹരണം ഞാൻ കാണുന്നത് ജോസഫിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫിനെ കുറിച്ച് വായിക്കുമ്പോൾ കരയാതിരിക്കാൻ പറ്റുമോ? സ്വന്തം സഹോദരങ്ങൾ, നിങ്ങൾക്ക് സഹോദരങ്ങളില്ലേ? സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കണച്ചിക്കൊണ്ട് ഇടുകയാണ്. എന്നിട്ട് ഈ അനുജൻ്റെ, സ്വന്തം ബ്രദറിൻ്റെ, ഈ സഹോദരൻ്റെ ഉടുപ്പെടുത്തിട്ട് ഒരു പശുവിനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കിയിട്ട് അപ്പനെ കൊണ്ട് കാണിച്ചിട്ട് പറയാണ് അവൻ ചത്തുപോയി, ഇതാ അവൻ്റെ രക്തം പുരണ്ട ഉടുപ്പ് പിടിച്ചു. ഇത് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? പൊട്ടക്കിണറ്റിൽ മണിക്കൂറുകളോളം ഇട്ടതിന് ശേഷം അതുവഴി വന്ന ഒരു അടിമകളെ കൊണ്ടുപോകുന്ന വാഹനത്തിൽ ഇവനെ കയറ്റി വിറ്റ് സ്വന്തം ജ്യേഷ്ഠന്മാർ അതിൻ്റെ കാശ് പോക്കറ്റിലിട്ട് കൊണ്ടുപോയി ധൂർത്തടിക്കുകയാണ്. അപ്പനടുത്ത് എന്നിട്ട് പറയുന്നു ഇവൻ മരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുക്കൻ എന്തുമാത്രം വേദനിച്ച് കാണും. ഇന്നലെ വരെ അച്ചാച്ച, ചേട്ടാ, അച്ചായ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടന്ന ആൾക്കാർ അവനെ വിറ്റ് പൈസ പോക്കറ്റിലിട്ട് കൊണ്ടുപോയി കള്ളു കുടിക്കുകയാണ്. ഇവൻ ഇത് കാണുകയാണ്. ഇവനെ ദൂരേക്ക് ഒരു അടിമകളെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവൻ ദൂരെ നിന്ന് അലർന്നുണ്ടാകും, ചേട്ടന്മാരെ, ചേട്ടന്മാരെ, എന്നെ ഇട്ടിട്ട് പോകല്ലേ, എന്നെ തള്ളിക്കളയല്ലേ, എന്നെ ഇട്ടിട്ട് പോകല്ലേ. ഇവൻ്റെ കൈകളിലും കാലുകളിലും ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുങ്കാറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇതുപോലെ വന്ന ഒരു മനുഷ്യനെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുകയില്ല. ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ എന്തുമാത്രം കൊടുങ്കാറ്റുകളാണ്. ആരും തകർന്നു പോകുന്നു. ഒടുവിൽ ഒരു വീട്ടിലൊന്ന് പച്ച പിടിച്ചു വരികയാണ്. പൊത്തിഫറിൻ്റെ വീട്ടിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന സമയത്താണ് പൊത്തിഫറിൻ്റെ ഭാര്യയിലൂടെ അടുത്ത കൊടുങ്കാറ്റ് വരുന്നത്. വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുകയാണ്. ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ പ്രൊമോഷൻ കിട്ടിയേനെ, വീട്ടിലെ വലിയൊരു ഓഫീസറായേനെ. ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് സമ്മതിച്ചില്ല, അതിന് സമ്മാനം കിട്ടിയത് ജയിലിലായി. ബലാത്സംഗ വീരൻ എന്നുള്ള പേരായി, നന്ദിയില്ലാത്തവനെന്നുള്ള പേര് കിട്ടി. ജയിലിൽ അവിടുത്തെ വസ്ത്രവും അണിഞ്ഞ് കാലുകളിലും കൈകളിലും ആമം വച്ച് ചങ്ങലയിട്ട് ചെയ്യാത്ത തെറ്റിന് കിടക്കുകയാണ്. കൊടുങ്കാറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ്. അവിടെ രക്ഷയുടെ ഒരു ചെറിയ വട്ടം കാണുന്നുണ്ട്. എന്താണെന്നറിയാമോ? സ്വപ്നം വ്യാഖ്യാനിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന 2 തടവുകാരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാളെ രാജാവ് കൊല്ലും, ഒരാൾക്ക് ജോലി തിരികെ കിട്ടും കേട്ടോ. ജോലി തിരികെ കിട്ടുന്ന ആളോട് ജോസഫ് പറയുന്നുണ്ട്, ചേട്ടാ, ചേട്ടൻ്റെ ജോലി തിരികെ കിട്ടുമ്പോൾ എന്നെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ, രാജാവിനോട് പറഞ്ഞിട്ട് എന്നെ ഒന്ന് രക്ഷിച്ചേക്കണേ. ഇയാൾക്ക് ജോലി തിരികെ കിട്ടിക്കഴിയുമ്പോൾ ഇയാൾ ജോസഫിനെ മറന്നു പോവുകയാണ്. ജോസഫ് വിചാരിക്കുക, ദൈവമേ, എനിക്കിനി ഒരു നാളിൻ രക്ഷയില്ലേ. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ജോലി തിരികെ കിട്ടിയ പാനപാത്രവാഹകൻ ജോസഫിൻ്റെ കാര്യം ഓർത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതെന്നറിയാമോ? അയാൾ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞേനെ, രാജാവേ, അങ്ങനെ ജോലി തിരിച്ചെടുക്കുമെന്ന് ജയിലിൽ കിടന്ന ഒരുത്തം പറഞ്ഞിരുന്നു കേട്ടോ, അവൻ്റെ പേരാ ജോസഫ്, അവന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട്. രാജാവ് പറഞ്ഞേനെ, ഓക്കെ, അങ്ങനെയാണ് അവനെ ജയിലിൽ കിടക്കണ്ട, അവനെ അവൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടേര്, അവൻ ഇസ്രായേലിലോട്ട് തിരിച്ചു പോട്ടെ. തിരിച്ചു പോയി ജോസഫ് വീണ്ടും ആടുകളെ നോക്കുന്ന ജോലി ചെയ്ത് ജീവിച്ചേനെ. ദൈവം ഇത് മറന്നു പോകാൻ, ഈ മനുഷ്യന് ഇത് മറന്നു പോകാൻ ഇടയാക്കുകയാണ്. ദൈവത്തിൻ്റെ വഴികൾ മനോഹരമാണ്. ഇവൻ ജോസഫിനെ ഓർത്തിരുന്നെങ്കിൽ ജോസഫിന് കുറച്ച് സമ്മാനവും കിട്ടിയേനെ. രാജാവ് അവനെ സ്വതന്ത്രനാക്കി അപ്പൻ്റെയും സഹോദരങ്ങളുടെയും വീട്ടിലേക്ക് മടക്കി വിട്ടേനെ. ഇതിൻ്റെ അപ്പുറം ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഇത് മറന്നു പോകാൻ ദൈവം അനുവദിക്കുകയാണ്. സഹനമാണ്. എന്തു പറ്റിയെന്നറിയാമോ? കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രാജാവിനൊരു സ്വപ്നം ഉണ്ടായി. ഇത് വ്യാഖ്യാനിക്കാൻ ആരെക്കൊണ്ടും പറ്റുന്നില്ല. ആ സമയത്ത് പാനപാത്രവാഹകൻ പറഞ്ഞു, രാജാവേ, ഞാൻ നേരത്തെ ഒരു കാര്യം മറന്നുപോയി കേട്ടോ, എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച ഒരുത്തൻ ജയിലിൽ കിടപ്പുണ്ട്, ജോസഫ്, അവൻ അങ്ങയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റും. കണ്ടോ, കറക്റ്റ് ടൈമായി. ദൈവത്തിൻ്റെ സമയം വളരെ കൃത്യമാണ്. ദൈവം എല്ലാം പ്ലാനിങ്ങോടെയാണ് ചെയ്യുന്നത്. രാജാവ് പറഞ്ഞു അവനെ കൊണ്ടുവരിക. കൃത്യമായിട്ട് ജോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. ഒരു 3 കൊല്ലം മുമ്പാണ് ജോസഫിൻ്റെ ഈ കാര്യം രാജാവിനെ അറിയിച്ചെങ്കിൽ ജോസഫ് വീട്ടിൽ പോയി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നുമില്ലാത്തവനെ. 3 വർഷം കഴിഞ്ഞിട്ട് ദൈവം ഇത് ഓർമ്മിപ്പിച്ചപ്പോൾ രാജാവ് ജോസഫിനെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, ഒരു രഥത്തിൽ കയറ്റി ജോസഫിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകളെല്ലാം ജയ് വിളിക്കുമ്പോൾ പൊത്തിഫറും ഭാര്യയും റോഡിൻ്റെ സൈഡിൽ നിന്ന് ജോസഫ് കീ ജയ്, ജോസഫ് കീ ജയ് വിളിക്കുക.
നേരത്തെ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ അടപ്പിച്ച പൊത്തിപ്പറിൻ്റെ ഭാര്യ ജോസഫിനെ കാണുമ്പോൾ വണങ്ങുകയാണ്, തലകുനിക്കുകയാണ്. ഇതാണ് നമ്മുടെ ദൈവം. കൊടുങ്കാറ്റുകൾ ഉപരിനന്മയ്ക്കായിട്ട് മാറ്റുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? സ്വന്തം ജ്യേഷ്ഠന്മാർ അടിമയാക്കി ജോസഫിനെ വിറ്റില്ലായിരുന്നെങ്കിൽ ജോസഫ് ജീവിതകാലം മുഴുവൻ ആടിനെയും പശുവിനെയും കാളയെ നോക്കി ജീവിച്ച് മരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അത് അനുവദിക്കുകയാണ്. അതുകൊണ്ടാണ് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ ഇവിടത്തേക്ക് കൊണ്ടുവന്നതാണ്. ജോസഫ് ഒരിക്കലും ഒരു പ്രൈം മിനിസ്റ്റർ ആകത്തില്ലായിരുന്നു. ജോസഫ് ഒരിക്കലും ഒരു പ്രധാനമന്ത്രി ആകത്തില്ലായിരുന്നു. ഇതുപോലത്തെ അനുഭവങ്ങളുള്ള ഒരുപാട് വ്യക്തികളെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ കൊടുങ്കാറ്റുകൾ ദൈവം ഒടുവിൽ വലിയ നന്മയ്ക്കാക്കി മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ ദൈവം പെട്ടെന്ന് തരത്തില്ല. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് മനോഹരമായ ഒരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചോദിച്ചിട്ട് ദൈവം തരുന്നില്ല എങ്കിൽ അതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഉന്നതമായ എന്തോ ഒരു കാര്യം ദൈവം നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ സ്വീകരിക്കാൻ നിങ്ങൾ ആത്മീയമായിട്ട് ഒരുങ്ങിയിട്ടില്ല. ഇപ്പോൾ അത് ദൈവം തന്നാൽ നിങ്ങളെ അഹങ്കാരിയാക്കി നിങ്ങളെ നരകത്തെത്തിക്കും. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹനത്തിലൂടെ വിട്ട് എളിമപ്പെടുത്തുകയാണ്. എളിമപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ഈ കാര്യം കൃത്യമായിട്ട് കൊണ്ടുതരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയമായിട്ട് ദൈവത്തോടൊപ്പം പോകുന്ന, ഞാൻ ഈ പാപത്തിൽ കിടന്ന് ഉരുണ്ടിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ പറയുന്നവരെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. രണ്ട് വള്ളത്തിൽ ഒരേ സമയം കാല് വെച്ചിട്ട് ഞാൻ ധ്യാനവും കൂടുന്നുണ്ട്, ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അനുദപിക്കാതെ, പാപത്തെ പാപമെന്ന് വിളിക്കാതെ തോന്നിവാസം ജീവിച്ചിട്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നവരെ പറ്റി അല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഹൃദയം പൊട്ടി തെറ്റുപറ്റുമ്പോൾ കുമ്പസാരക്കൂട്ടിൽ പോവുകയും ദൈവമേ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയുകയും എന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കാതെ കിടന്ന് വട്ടം കറങ്ങുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളെ കാത്ത് ഏതോ ഒരു സിംഹാസനം എവിടെയോ ദൈവം വച്ചിട്ടുണ്ട്. ഏബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. എല്ലായിടത്തും തകർച്ചയാണ്. തകർച്ച എന്ന് പറഞ്ഞാൽ തകർച്ച മാത്രം. രോഗങ്ങൾ, പീഡനങ്ങൾ, കുടുംബ തകർച്ച. ഒടുവിൽ ദൈവം പ്രസിഡൻ്റാക്കി ഉയർത്തുകയാണ്, അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് മാറുകയാണ്. ജോൺ പോൾ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ വളരെ സങ്കടപ്പെട്ടൊരു കാര്യം കാണുന്നുണ്ട്. ഒരിക്കൽ മാർപ്പാപ്പ കുഞ്ഞാരും സമയത്ത് വണ്ടി ഇടിക്കുന്നുണ്ട്, ഒരു കാർ ഇടിക്കുന്നുണ്ട്. കാർ ഇടിച്ചിട്ട് ഈ ബാലനെ കാർ ഇടിച്ച് താഴെ ഇട്ടിട്ട് കാറുകാർ നിർത്താതെ പോയിക്കളഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഭാവിയിൽ പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന ചെറുപ്പക്കാരനാ, ഒരു യുവാവായിരിക്കും കാർ ഇടിച്ചിട്ട് ബോധം കെടുന്ന സമയത്ത് ഇങ്ങനെ ബോധം മറയുമ്പോൾ ഈശോ 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 എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ മനസ്സിൽ വിചാരിക്കുക, കുഞ്ഞിലെ അമ്മ മരിച്ചുപോയി, കുഞ്ഞിലെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, ഇത്രയും ദാരിദ്ര്യം, വീട്ടിൽ മിക്കവാറും ഒരു നേരത്തെ ആഹാരമുള്ളൂ, അപ്പൻ കൂലിപ്പണിക്കാരനാണ്, വളരെ ചെറുപ്പത്തിലേ പാറമടയിൽ അപ്പനെ സഹായിക്കാൻ പോയി കൂലിപ്പണി ചെയ്തിട്ടുണ്ട്, ദൈവമുണ്ടോ എന്ന് പോലും ആരും സംശയിച്ചു പോകുന്ന നിമിഷം അതിൻ്റെ എല്ലാം കൂടെ വന്നിട്ട് ഇപ്പോൾ ഒരു കാർ ആക്സിഡൻറ്റും കൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അത്ഭുതകരമായിട്ട് ആ വഴി ഒരു കുടുംബത്തെ കൊണ്ടുവരികയാണ്. ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അവർ ആശുപത്രിയിൽ എത്തിക്കുകയാണ്. ജീവിതത്തിലേക്ക് ചെറുപ്പക്കാരൻ തിരിച്ചു വരുന്നു. ഒടുവിൽ സഭയുടെ മാർപ്പാപ്പയായിട്ട് മാറുന്നു. അനേക വർഷക്കാലം ലോകത്തിന് മുഴുവൻ സ്നേഹം കാണിച്ചു കൊടുത്ത ജോൺ പോൾ മാർപ്പാപ്പയായിട്ട് മാറുക, നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു മാർപ്പാപ്പയായിട്ട് മാറുകയാണ്. ഞാനിത് പറയാൻ കാരണം, ഉപരി നന്മയ്ക്കായിട്ട് ദൈവം ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളെ അനുവദിക്കുന്നു. 3, സുവിശേഷം നൽകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ്. 1 കൊരിന്ത്യർ 9-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. പ്രിയപ്പെട്ടവരെ, ചില പർട്ടിക്കുലർ സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണാം, അവിടെ ഉള്ളവർക്കൊക്കെ ഒരു ചിന്താഗതിയുണ്ട്, നമ്മളിങ്ങനെ പെറ്റ് പെരുകിയാൽ മതി, നമ്മൾ ക്രിസ്ത്യാനിക്ക് ജന്മം കൊടുത്തേച്ചാൽ മതി, അല്ലാതെ നമ്മൾ ഈ സുവിശേഷവുമായിട്ട് പോയി വെറുതെ ഈ ആവശ്യമില്ലാത്ത പുലിവാലൊന്നും പിടിക്കേണ്ട കാര്യമില്ല, നമ്മളങ്ങനെ ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ പെറ്റ് പെരുകുക, അതാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പോകണ്ട. ദൈവത്തിൻ്റെ വചനം പറയാണ്, നിനക്ക് ദുരിതം, ഞാൻ സുവിശേഷം കൊടുക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നൽകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതൊന്നും അടിച്ചേൽപ്പിക്കുന്നതല്ല, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവമുണ്ട്, ഇത് വേറെ എങ്ങുമില്ല. നിനക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമുണ്ട്, ഈ ദൈവത്തെ നീ കണ്ടോ, ഇഷ്ടമുണ്ടെ നീ സ്വീകരിച്ചോ, തട്ടിക്കളഞ്ഞോ. ഇതാണ് സുവിശേഷം. ഇത് ആരെയും അടിച്ചേൽപ്പിക്കുന്നതല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയുന്നതാണ് സുവിശേഷം. പക്ഷേ കർത്താവ് പറയാണ്, ഇത് പറഞ്ഞില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഇന്ന് ലോകത്തിൽ യൂറോപ്പിലേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസം 4 പള്ളി വെച്ച് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 4 പള്ളി, ഒരു മാസം ഒരു 120 പള്ളി യൂറോപ്പിൽ പൂട്ടുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അറിയാതെയാണെങ്കിലും നമ്മൾ നമ്മുടെ കാര്യവുമായിട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്ത ആദ്യ നാളുകളിലെ സുവിശേഷ ചൈതന്യത്തിന് വിരുദ്ധമായി ആ പ്രദേശങ്ങളിൽ ഉണ്ടായി.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കരിസ്മാറ്റിക് നവീകരണം ആഞ്ഞടിച്ച സമയത്ത് കേരളത്തിൽ പിതാക്കന്മാർ ഇതിന് വാതിലുകൾ തുറന്നു കൊടുത്തപ്പോൾ, ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടായപ്പോൾ, യൂറോപ്പിൽ ബുദ്ധിയുള്ളവർ ഇതിനെ അടച്ചു കളഞ്ഞു. ഇത് സാധാരണക്കാരിലേക്ക് എത്താൻ പോലും സമ്മതിച്ചില്ല. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനത്തിന് വാതിലടച്ചു. ഇന്നവിടുത്തെ പള്ളികളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഇന്ന് ലോകത്തിൽ സഭ ഏറ്റവും ശക്തമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആഫ്രിക്കയും ഇന്ത്യയുമാണ്. കാരണം പ്രിയപ്പെട്ടവർ, ഇവിടെ പരിശുദ്ധാത്മാവിന് നമ്മൾ വാതിലുകൾ തുറന്നു കൊടുത്തു. കർത്താവ് പറയുകയാണ്, ബൈബിളിലെ വേദനാജനകമായ ഉദാഹരണം യോനാ പ്രവാചകന്റെ ജീവിതത്തിലാണ്. അന്ന് വരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന യോന സുവിശേഷം പറയാതെ ഒളിച്ചിരുന്ന സമയത്ത് യോനായെ ഒരു തിമിംഗലം വിഴുങ്ങുന്നു. തിമിംഗലത്തിൻ്റെ അകത്ത് കിടന്ന യോനായെ പിന്നീട് ഛർദ്ദിച്ചിടുന്നു. അതിനുശേഷം യോന കഷ്ടപ്പെട്ടു പോയി സുവിശേഷം പ്രസംഗിക്കുന്നു. യോനായെ കയറ്റിയ കപ്പലിലുള്ളവർക്കും കൂടെ അസ്വസ്ഥതയുണ്ടാകുന്നു. കൊടുങ്കാറ്റടിക്കുന്നു. ആകെ സഹനമാണ്, സഹനത്തിൻ്റെ പുറത്ത് സഹനം. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ വളരെ സമ്പന്നരായ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എന്നെ കാണാമെന്ന് ഓർക്കുന്നു. അവർ പറഞ്ഞത്, ബ്രദറെ, ഒരു സമാധാനമില്ല, മക്കൾ ഒരിക്കൽ പോലും വിളിക്കാറില്ല. ഈ ദൂരെയാണ് മക്കൾ പഠിക്കുന്നത്, പൈസ തീരുമ്പോൾ മാത്രം വിളിക്കും, പപ്പ ബാങ്കിലെ പൈസ തീർന്നു, പൈസ വേണം. ഈ പൈസ തീർന്നു പോയി എന്ന് പറയാനല്ലാതെ ഒരിക്കൽ പോലും അപ്പനെയോ അമ്മയോ ഒന്ന് വിളിക്കാത്ത മക്കളാണ്. ഇവർ പറയാണ്, എന്തിനാണ് ഞങ്ങൾ ഈ രാജ്യത്ത് വന്നത്? ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, ചേട്ടാ, സുവിശേഷ വേലയെ സഹായിക്കാറുണ്ടോ? അവരിത് ആദ്യമായിട്ട് കേട്ടതുപോലെ രണ്ടുപേരും കൂടി ഇങ്ങനെ 4 കണ്ണും പിടിച്ച് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, സുവിശേഷ വേലയെ സഹായിക്കാറുണ്ടോ? സുവിശേഷം കേട്ടിട്ടില്ലാത്ത സ്ഥലത്ത് കഷ്ടപ്പെടുന്ന മിഷണറിമാരെ സഹായിക്കാറുണ്ടോ? അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സഹായിക്കാറുണ്ടോ? ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഞായറാഴ്ച ഇങ്ങനെ പള്ളിയിൽ പിരിവിന് വരുമ്പം ഞങ്ങൾ എന്തെങ്കിലും ആ പാത്രത്തിൻ്റെ തിടുവെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ ചിന്തയൊന്നുമില്ല. ഞാൻ അവരോട് വചനം പറഞ്ഞു കൊടുത്തു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഇത് ബൈബിളിലെ വചനമാണ്, ജോൺ നിങ്ങളോട് പറഞ്ഞ വചനമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്. മിഷൻ പ്രവർത്തനങ്ങളെ, യേശുവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ ഞാൻ സഹായിച്ചില്ല എങ്കിൽ എൻ്റെ കുടുംബത്തിന് ദുരിതമാണ്. ഞാൻ എത്ര വലിയ ആളാണെങ്കിലും അവിടെ സമാധാനക്കേട് ഉണ്ടാകും, അവിടെ കൊടുങ്കാറ്റുണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു. ഒടുവിൽ യോന മാനസാന്തരപ്പെട്ടു. യോനയുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റ് ദൈവം എടുത്തു മാറ്റുകയും ചെയ്തു. 4-മതായി, സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോഴും കൊടുങ്കാറ്റുണ്ടാകുന്നു. ഇതാണ് വലിയ ഒരു വൈപരീത്യം എന്ന് തോന്നാവുന്ന അനുഭവം. അപ്പോസ്തല പ്രവർത്തനം 27-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ റോമിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ കപ്പൽ കൊടുങ്കാറ്റിൽ പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ശുശ്രൂഷകൾ ശ്രദ്ധിക്കുമ്പോൾ അച്ഛൻ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ രോഗശാന്തികൾ നടത്താൻ, ഉദാഹരണം ക്യാൻസർ സുഖപ്പെടുത്താൻ പോകുന്നു, അല്ലെങ്കിൽ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു എന്ന് ദൈവം ഒരു കൺവെൻഷനിൽ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയാണ്, അതിൻ്റെ ഒരാഴ്ച മുമ്പ് തൊട്ട് ജീവിതത്തിൽ അനുഭവിക്കാത്ത സഹനങ്ങളിലൂടെ അച്ഛൻ കടന്നു പോകും. വലിയ വേദനകളിലൂടെ, രോഗങ്ങളിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, വലിയ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകും. അപ്പം അച്ഛൻ ടീമിലുള്ളവരോട് പറയും, ദാ അടുത്ത ഞായറാഴ്ച ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ കൺവെൻഷൻ ഉണ്ടല്ലോ, അതൊരു അടിപൊളി കൺവെൻഷൻ ആയിരിക്കും. കാരണം കൊടുങ്കാറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഇത് സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന സാത്താൻ്റെ കൊടുങ്കാറ്റാണ്. നമ്മൾ ഈ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. അച്ഛൻ അതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു, ശരിക്കും അതുപോലെ തന്നെ സംഭവിക്കും. അതിശക്തമായ പരിശുദ്ധാത്മ പ്രവർത്തനം ഉണ്ടാകുകയും അനേക ആളുകൾ പാപത്തെ ഉപേക്ഷിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും ചില ആത്മായ സഹോദരങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡോക്ടറെ, നമുക്കൊരു കുടുംബമൊക്കെ ഉള്ളതല്ലേ, നമ്മളിങ്ങനെ യേശു എന്ന് സഭ എന്നൊക്കെ പറഞ്ഞ് മാത്രം ഇരുന്നാൽ മക്കളുടെ കാര്യമൊക്കെ ആര് നോക്കും? അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടി മതിയാക്കി കേട്ടോ. 2 കൊടുങ്കാറ്റടിച്ചപ്പോൾ തന്നെ പിടിവിട്ട് കളഞ്ഞു, കലപ്പയിലെ പിടിവിട്ട് കളഞ്ഞു. തിരിച്ച് ലോകത്തിലേക്ക് പോയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് യേശുവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ കൊടുങ്കാറ്റുകളുടെയും അപ്പുറത്ത് യേശു നിപ്പുണ്ട്. ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ, ദൈവവേലക്കാരൻ്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, കർത്താവ് അപ്പുറത്ത് നിൽപ്പുണ്ട്. നിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ, നിന്നെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ, നിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി ദൈവമായ കർത്താവ് അവിടെ നിൽക്കുകയാണ്. നമ്മളിത് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടായിക്കഴിയുമ്പോൾ, ഞാൻ ശാലോമിൻ്റെ വളർച്ചയെക്കുറിച്ച് ഓർക്കാറുണ്ട്. പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഈ അടുത്ത നാളിൽ ബെനിസാർ എഴുതിയ പ്രലോഭനങ്ങളെ വിട എന്ന് പറയുന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരുപാട് സഹനങ്ങളിലൂടെ ശാലോം കുടുംബം കടന്നു പോയിട്ടുണ്ട്.
ഒരുപാട് സഹനങ്ങളിലൂടെ നടു റോട്ടിൽ മുട്ടുകുത്തി നിന്ന് 2 കൈയും പൊക്കിപ്പിടിച്ച് രാത്രിയിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്നെയും എൻ്റെ കുടുംബത്തെയും വഴിയാധാരമാക്കല്ലേ കർത്താവേ, ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു ഇടം തരണമേ എന്ന് നിലവിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സഹനങ്ങളിലൂടെ പോയതിൻ്റെ ഫലമാണ് ശാലോം ഇന്ന് ലോകത്തിന് ഒരു അനുഗ്രഹമായി തീർന്നത്. അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ഒരുപാട് തകർച്ചകളിലൂടെ കടന്നുപോയി, ശരിക്കും ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ ആ കൊടുങ്കാറ്റുകളെല്ലാം അവസാനിച്ചു. ആ കൊടുങ്കാറ്റിൻ്റെ അപ്പുറത്ത് ലോകം മുഴുവനും യേശുക്രിസ്തുവിനെ നൽകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയായി ശാലോമിനെ മാറ്റുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ശുശ്രൂഷയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നുണ്ടാകും. കൊടുങ്കാറ്റ് വരുമ്പോൾ ഭയപ്പെടരുത്. അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവേ, കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവമെന്ന വിഷയത്തിൽ 4 കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ചിന്തിച്ചു. ഈ മേഖലകളിൽ എവിടെയെങ്കിലും ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കര നീട്ടി ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.